അതെങ്ങനെയാത്? एक और बार दिखाइए. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതില് ഇത് വിളക്കാണെന്ന്. ये क्या है? दीपक है. इसमें से ऐसे डालते हैं. यहाँ से तेल घी कुछ भी डालो, नीचे से डालते हैं. ഇത് കമത്തുമ്പോൾ താഴേക്ക് വെള്ളം വീഴില്ല. അതെങ്ങനെയാ? वो कैसे? आपका घर किधर है? हमारा घर हाँ हम है तो बाढ़ में से, लेकिन इधर रहते हैं. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ആ അതെ. हेलो, इधर क्या हो रहा है? ഷോൾ बनाते हैं. दिखाइए ഷോൾ. ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു ചെറിയ ഹട്ടിൽ ഇവിടെ താമസിച്ചിട്ട് ഈ വീവിങ് ചെയ്യാണ് ഷോൾ. നമ്മുടെ ഐറ്റിനറിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ വേറെ 2-3 സ്ഥലത്തായിരുന്നു പോകാനിരുന്നത്. ഇപ്പം നമ്മൾ പക്ഷെ പോകുന്നത് ശില്പഗ്രാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ എന്താ? അവിടെ ഈ രാജസ്ഥാനി ടൈപ്പ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കുറേ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, അവിടെ പോയി നോക്കാം. നാട്ടിൽ ഇവിടെ ഇല്ലാത്തവരല്ലേ? नेहरू पार्क. हाँ, कल देखा था. है ना? अभी भी एक साइड से अगर इसमें जाना हो तो यहाँ से बोट मिलता है. ओके. यहाँ से चलना है? नहीं. यहाँ से टिकट कार जाएगा? नहीं. ശില്പഗ്രാമിലാണ് വന്നിരിക്കുന്നത്. ഇവരുടെ റൂറൽ ലൈഫ് ആ ഒരു സംഭവം ഷോക്കേസ് ചെയ്യുന്ന ഒരു കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ ഹട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ശരിക്കുള്ള ഫോക്ക് ആർട്ടും അതേപോലെ തന്നെ ഇവരുടെ ഈ വില്ലേജിലെ ലൈഫ് സ്റ്റൈലൊക്കെ ഇല്ലേ, അത് അതേപോലെ ഒരു ചെറിയൊരു സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് ഷോക്കേസ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. നമുക്ക് അകത്ത് പോയിട്ട് ഓരോന്ന് കാണാം. और 1/2 किलोमीटर का प्रॉपर्ली राउंड है. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇവരുടെ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വലിയ സ്റ്റാച്യൂസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും മണ്ണ് കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാണ്. അതായത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെ രൂപങ്ങൾ ഒരുപാട് ഇവിടെ കാണാം. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ ഹട്ടിൻ്റെ മുന്നിലും ഇവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആർട്ട് ഫോംസ് ഇവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയല്ലോ. ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ആ അതെ. ഹലോ, ഇവർ താമസിക്കുന്ന സ്ഥലമാണോ? वीविंग. इधर क्या हो रहा है? शॉल बनाते हैं. दिखाइए शॉल. ओ ऐसा शॉल. हाँ ओके. आगे हो बेटा. चैनल ला दीदी का.
ആ യൂട്യൂബ് ചാനൽ. ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു ചെറിയ ഹട്ടിൽ ഇവിടെ താമസിച്ചിട്ട് ഈ വീവിങ് ചെയ്യാണ് ഷോളിൻ്റെ. വുളൻ ഷോള്, നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ഉള്ള വുളൻ ഷോളാണ് അവിടെ ഉണ്ടാക്കുന്നത് അവർ. കൊള്ളാല്ലേ, ഇത് കുറേ പക്ഷെ നടക്കണം. 8 കിലോമീറ്ററിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കല്ലേ. ഇതിനകത്ത് എന്താ? पुरानी हवेली. ഇത് ശരിക്കും ഒരു പുരാനി ഹവേലിയാണ്. രാജസ്ഥാനിലെ ഇന്റീരിയർ വില്ലേജസിലൊക്കെ കാണുന്നതാണ്. ഈ പാവപ്പെട്ടവർ താമസിക്കുന്ന 2-3 ഫാമിലിയൊക്കെ ഒരുമിച്ച് താമസിക്കും. കണ്ടില്ലേ, അവർ ബെഡ്റൂംസ് ഈ സൈഡിലും ഈ സൈഡിലും. പിന്നെ അവർക്ക് പെരുമാറാനായിട്ട്, കണ്ടില്ലേ, ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഉള്ള റൂം, സ്റ്റോർ റൂം, ഇതെല്ലാം കൂടി ഒരു ബ്ലോക്കായിട്ട്, ഒറ്റ ബ്ലോക്കായിട്ട് പണിതിരിക്കുന്നു. ഇവിടെ കിച്ചൺ ഉണ്ട്, കണ്ടില്ലേ. അവരുടെ ഹൗസിംഗ് യൂട്ടൻസിൽസ് ഉണ്ട്, കിച്ചൺ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലമാണത്. ഇതിവിടെ അവര് ഇവിടെ എല്ലാരും കുനിഞ്ഞാന്ന് തോന്നുന്നു കയറുന്നത്. ഇത് ഇവിടെ റീബിൽറ്റ് ചെയ്തിരിക്കുകയാണ്, റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാന്ന് അവര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ സാധനം. പക്ഷെ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നവര് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. तीन तरह का इसमें 250 वाला ये इसलिए है कि ये एयरिंग के साथ है. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഇടട്ടെ ഇട്ടോ. ഇതാണോ ഇതാണോ മമ്മ ഭംഗി? രണ്ടും നല്ലതാ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഏതാ വേണ്ടത്? ബാഗ് में रखेंगे. प्लास्टिक बैग में. കൊടുത്തു. ഓക്കെ. അപ്പോൾ ശ്രേയ നേരത്തെ ഇട്ട കമ്മൽ മാറ്റിയിട്ട് ഇവിടുന്ന് വാങ്ങിയതിടാൻ പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴേക്കുമാണ് ഇതിൻ്റെ വാല്യൂ ഭയങ്കര വില കൂടുതലാണ്. पे मिट्टी लगता है ना, वहाँ से डाई रेजिस्ट हो जाता है. ओके. इसमें जो ये पेस्ट कलर दिख रहा है ना, यहाँ पे मिट्टी लगाया था, फिर इसको जब डाई बैग में डाला तो मिट्टी की जगह जो थी वो रेजिस्ट हो गई, बाकी जगह पे डाई चल गया. ഹാൻഡ് പ്രിന്റഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? इस टाइप से मिट्टी से पूरा. ഓക്കെ. ഓക്കെ ഓക്കെ. तो जब इसको वॉश करते हैं डाई करने के बाद तो ये पूरे पैटर्न्स की जगह पे रुक जाती है, बाकी जगह पे पेस्ट डाई चढ़ जाती है. അങ്ങനെ വെറൈറ്റി 2 ബ്ലൗസ് വാങ്ങിച്ചു അല്ലേ? നല്ല ബാക്കിൽ കെട്ടൊക്കെ ആയിട്ട്. താങ്ക് യു. മാർബിളിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ. ഇതൊരു വില്ലേജ് തന്നെയാണ് കേട്ടോ. ഓ അങ്ങോട്ടാണ്. ഓക്കെ. ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു എന്തോ. ഹായ്, ആ ശില്പങ്ങളൊക്കെ നോക്കിയേ. മാട്ടി കെ രംഗ് എന്ന് വെച്ചാൽ മണ്ണിൻ്റെ കളർ എന്നാണ് അർത്ഥം. അമ്പോ കൊള്ളാല്ലേ? കാടിന് നടുക്ക് നമ്മളിവിടെ പോയില്ലേ, തമിഴ്നാട്ടിലെ കുംഭകോണത്തെ റിസോർട്ട്. ഇത് ഇതുപോലെ തന്നെ കൊണ്ട് അവിടെ വെച്ചാല് നന്നാണ്. കൊള്ളാല്ലേ? സ്റ്റെപ്പില്ല.
മാട്ടിക്കെ എന്ന് പറഞ്ഞ് ഒരു കോമ്പൗണ്ട്. അതിനുള്ളിൽ ശരിക്കും മാട്ടിക്ക രംഗ് തന്നെയാണ്. മണ്ണിൻ്റെ കളറിലുള്ള ഒരുപാട് ശില്പങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഭിത്തിയും മണ്ണിൻ്റെ കളർ തന്നെയാണ്. ഇവിടുത്തെ ശില്പങ്ങളും മണ്ണിൻ്റെ കളറാണ്. അത് മൊത്തം അടിപൊളി സ്ഥലം. ശരിക്കും രാജസ്ഥാനിലെ തനതായിട്ടുള്ള ഒരു സ്ഥലം. മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ശില്പങ്ങളാണ് മുഴുവൻ. വലിയ കുതിര അല്ലേ? വലിയ കുതിര. ഒത്തിരി വലിയ റിസോർട്ട്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട് നല്ല ശില്പങ്ങൾ ഇതേപോലത്തെ ഗാർഡന് നടുക്ക് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. വിളക്കാ? അതിൻ്റെ ഇതല്ലേ പെയിൻറ്? ശരിക്കുള്ള വിളക്കാണോ? ആണോ? അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ? ആഹാ. आप इधर ही रह रहे हैं? आपका घर किधर है? हमारा घर हाँ, हम है तो बाढ़ में से, लेकिन इधर रहते हैं। इधर रहते हैं। स्कूल में पढ़ती हो? हाँ, कौन से क्लास में? 8th। यहाँ से स्कूल कैसे जाएंगे? रास्ता है हवाला में। ओके, कितनी दूर है स्कूल यहाँ से? ऐसे तो नहीं पता। ഓക്കെ. അപ്പോൾ ഇവരിവിടെ താമസിക്കുകയാണ്. पेरेंट्स क्या कर रहे हैं आपका? शॉल बनाते हैं। हाँ, शॉल बनाते हैं. वो उधर बैठे थे, वो आपके पेरेंट्स हैं? दो और बच्चियाँ थी उधर. 4 बहन हैं और एक भाई. आपके 4 बहनें और एक भाई हैं. ओके. ഈ കുട്ടി ഇവരുടെ ഫാമിലി ഇവിടെ തന്നെ താമസിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഷോൾ ഉണ്ടാക്കുന്ന, അവരിവിടെ തന്നെ താമസിക്കുകയാണ്. ആട്ടുകല്ല? എന്താ ആട്ടുകല്ല്? ഇത് ഇതാണ് കേട്ടോ. എന്താ? ഗ്യാസ് സ്റ്റവിന് പകരമോ? അല്ല, ഇവിടെ വിറകൊക്കെ വെച്ച് അടുപ്പ്. വിറകടുപ്പ്. വിറകടുപ്പാണ്. ഇതാണ് ശരിക്കും അരക്കാൻ തോന്നുന്നില്ല. ഇതെന്താ സംഭവം? അതെന്താണ്? ബാ. ഗണപതിയുടെ വലിയൊരു ഇതെന്താ അറിയോ? അവർ ഇങ്ങനെ കയറി വന്നപ്പോൾ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് സ്റ്റേറ്റ്സിൻ്റെയും കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ടെന്ന്. ഇതെനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രീയൻ സംഭവമാണ്. അതായത് മുംബൈയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താ? ഗണേശ് ചതുർത്ഥിയുടെ ഗണപതി നിമഞ്ജനില്ലേ, ഇങ്ങനെയാണ് ഗണപതിയെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുമ്പിൽ ഇതൊക്കെ ഒരു ഘോഷയാത്ര പോലെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സ്റ്റാച്യു. ഇവിടെ ഇവരുടെ കൾച്ചറൽ ഫെസ്റ്റ് നടക്കാറുണ്ട്. പല സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന ആൾക്കാർ പെർഫോം ചെയ്യാറുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതൊരു ആംഫി തിയേറ്റർ. വാവ്, കൊള്ളാല്ലേ? ഉണ്ടോ? വലിയൊരു ആംഫി തിയേറ്റർ. ഇവിടെ ആണ് വർഷത്തിൽ ഒരിക്കൽ വലിയ പ്രോഗ്രാംസ് നടത്താറുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആർട്ടിസ്റ്റ്, എസ്പെഷ്യലി ഫോക്ക് ആർട്ടാണ് ഇവിടെ പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ പപ്പറ്റ് ഷോ നടക്കുന്നു. ഒരു കുട്ടിയെ നോക്കി. ഇവരൊക്കെ ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ടാണ് പെർഫോമൻസ്. ഓ, അവിടെ പോയി റൗണ്ട് ചെയ്യണം നമ്മ.
ശ്രേയ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കളിമണ്ണിൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം രാജസ്ഥാനാണ്. ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് നമ്മൾ കേരളത്തിൽ, എസ്പെഷ്യലി കൊച്ചിയിൽ നമ്മുടെ പള്ളിയുടെ മുന്നിൽ കുറേ സാധനം വിൽക്കുന്നില്ല, എടപ്പള്ളി പള്ളിയുടെ മുന്നിൽ ഇവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ്. देखो मैडम टेराकोटा में की ज़्यादा दीपक दिखाते ടെറാക്കോട്ട. हैं। देखो इसमें से पीछे से तेल की कुछ भी डालो, नीचे से डालते इसको ऐसा सीधा कर दो, गिरेगा नहीं। यहाँ से भी गिर के डाल के चलो, पूरी रात जलेगा। वापस निकालना है, कम ज़्यादा करना तो आगे से आएगा, पीछे से नहीं आएगा। पूजा के मंदिर में वगैरह रखने के लिए അതെങ്ങനെയാത്? एक और बात दिखाइए. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ എണ്ണ ഒഴിക്കാൻ ഇത് വിളക്കാണെന്ന്. ये क्या है? दीपक है. इसमें से ऐसे डालते हैं. यहाँ से तेल की कुछ भी डालो, नीचे से डालते हैं। ഇത് കമത്തുമ്പോൾ താഴേക്ക് വെള്ളം വീഴില്ല. അതെങ്ങനെയാത്? അതെങ്ങനെ? वो कैसे? वो बनाया ही ऐसा है। और यहाँ से रुई की बत्ती डाल के चलो, पूरी रात यहाँ बत्ती डालना है हाँ लंबे और जलाना है. वापस निकालना है, कम ज़्यादा करना तो आगे से आएगा, ऐसे नहीं आएगा, ऐसे नहीं आएगा। कितना है इसका? तो 60 का, हाँ 60 60 रुपीस. വാങ്ങാൻ ക്യാലേ? ഇത് വീട്ടിൽ പോയാൽ വർക്ക് ചെയ്യോ? ആവോ നമ്മൾ കണ്ടിട്ടുണ്ട്. നീ തണുത്തുപ്പയും ചത്തൻ മണം. और ठंडे पानी की बोतल वगैरह, कप, ग्लास। से इसको क्या करते हैं, सिल्क कपड़ा होता है ना, राइस पाउडर उबाल के हार्ड बोर्ड पे पेस्ट कर लेते हैं, उसके बाद ऐसा ड्राइंग कर देते हैं। आप कहाँ से हैं दीदी? കേരള. ओहो, केरला से, बहुत दूर से आए आप। हाथी गुड लक के लिए, घोड़ा पावर के लिए और कैमल लव के लिए है। शिल्पाग्राम भारत सरकार का है, गवर्नमेंट प्लेस है। और यहाँ पे जो एक्टिविटी है, हम कलाकारों को बुलाते हैं इधर। अच्छा, हमारे को 3 महीने की परमिशन है। अच्छा, यहाँ उसके बाद अगेन वापस बैठना तो हमारा 3 महीने का डीडी लगता है इधर। ओके. हाँ, हाथी. ये सब आर्ट ऐसे बनाया हुआ है। और हम चले जाते हैं, दूसरा आते हैं यहाँ पे। ये दुकानें जो है हाँ सरकार की है। ओके. और तो अभी एक सभी को 3-3 महीने का परमिशन रहता है। फिर permission अगर देते हैं। अगेन बैठना तो एप्लीकेशन लगा के हाँ. दूसरा डीडी लगा के बैठते हैं इधर हम। ओके. जब हम जाते हैं उसके बाद जो है ना, दूसरा आर्टिस्ट आते हैं ऐसे। आपका नाम क्या है? जो सत्यनारायण, ये देखो मैं क्या, ये भारत नील सरकार आर्ट, का ये सत्यनारायण. ये देखो द एक्सपर्ट आर्टिस्ट, ये स्पेशलिस्टेड। अभी आपकी दीदी के नेल पे आर्ट बना देंगे ऐसा आपके। नेल देखो ऐसा है, अभी हैप्पी हो जाओगे। और आपके बेबी इनका श्रेया. स्पेलिंग SHREY. SHREYA. अच्छा, और कोई बेबी? श्रद्धा. SHRA. वो किधर है अभी? अभी घर में है. SHRADHA. और कोई बेबी नहीं. अभी श्रद्धा को बेबी आने वाला है. हाँ, तो ये इधर रख देना। हाँ, अभी आप इधर शिल्पग्राम में क्या? शिल्पग्राम में. പെയിൻ ബ്രഷ് കൊണ്ട് ഇങ്ങനെ എഴുതണല്ലേ? शिल्पग्राम ये गवर्नमेंट प्लेस है। अच्छा, आज तारीख है 11 सितंबर 2025। गुड लक. मैं क्या विलेज पीपल हूँ. अच्छा, ये सब हमारा ग्रुप वर्क है, हैंड पेंटेड है. ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഡ്രോയിങ് ഒക്കെ വരച്ചു തന്നു. ആ ബ്രഷ് വെച്ചിട്ട് തന്നെ എഴുതുന്നതും അതിശയമാവും, നല്ല എങ്ങനെ എഴുതുന്നതെന്ന്. വലിയ സന്തോഷം. എന്തായാലും വാങ്ങിക്കാം അല്ലേ, ഒരെണ്ണം 1-2 എണ്ണം വാങ്ങിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. धागे से हाथ में ना इसको क्वालिटी आपको पता पड़ेगा. और देखो इसको कैसे बनाते हैं. इसका you know people use some here turban, so same type making nice cotton work. Use only thread here, then making nice cotton work. I'm coming from the village. My village here to 300 km far, very small village from Kishangarh near Pushkar my village. So here government invited me few days back. And after few days I go my home and here is coming different artists. So all are changing for your artists. Okay?
I'm artist, that's why I show you demonstration. Because you go everywhere now, only showing jewelry, not showing demonstration. But you coming in art village, that's why you see this is complete now. You can press. I'm making very strong ball. Very strong ball. After you'll see the earrings. Then making 3 more balls. Earring complete, and this earring inside no wire. Oh, I think you making in college time 1 wire and 2 beads. okay. But inside no wire, only thread. Only thread. ये And this ये is no, thread. हाँ. अभी ये बनाया ना ये thread उसके This is no big money. I selling only 60 rupees. So this type making lot of jewelry. okay. So these are all hand. ഞാൻ ഇട്ടോണ്ടിരുന്ന ആനയില്ലേ ആ അതിന്റെ This is never seen other. This is one more. Elephant for good luck. Symbol of Rajasthan. സിമ്പിൾ ഓഫ് രാജസ്ഥാൻ. Lot of elephants. Nutumbada, Uruvande. എടുക്കാൻ പറ്റില്ല. അമ്മേനെ കാണുന്നില്ല. മാർബിൾ ആർട്ട്, മാർബിൾ ഢോലാണ് ഇത്. തബല. 2016, 8 years back. ഓക്കെ. എല്ലാ സ്ഥലത്തും ഓരോന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. യെസ് മാ. ആ മേ ബി ഇവിടെ ഒക്കെ സ്റ്റോളായിരിക്കും. അത് നോക്കാം. നാഗാമോറുങ്, എനിക്ക് തോന്നുന്നു നാഗാലാൻഡുകാരുടെ എന്തോ ഒരു ട്രൈബൽ സംഭവം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എത്ര ഉണ്ടാവും നടക്കാൻ? നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് റൗണ്ട് ചെയ്ത് പോകണമല്ലോ. റെസ്റ്റോറൻ്റ് ഉണ്ടല്ലേ. വിശക്കാൻ തുടങ്ങി. എന്തോ പെർഫോമൻസ് നടക്കാൻ പോകുന്നെന്ന് തോന്നുന്നു. വേഷമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഇതിനുള്ളിൽ എന്താ എന്തോ സാധനം. നാഗമോറുങ്. അതാണ് നാഗ ട്രൈബേഴ്സിൻ്റെ. നാഗാമോറുങ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. എനിക്ക് തോന്നുന്നു നാഗാലാൻഡുകാരുടെയാണെന്ന് തോന്നുന്നു. അവർ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ അവർ ചെയ്യും. ആ ഒരു പാറ്റേൺ, പ്രത്യേക പാറ്റേൺ. ഇതാണ് രാജസ്ഥാനി. सबसे बड़ी पिच कचेरी लड़ी, सूरत के में सबसे बड़ी मिली हर को जारत करी।
इतना अच्छा गा रहे हो थैंक यू सो मच आपने इतना अच्छा गाया ये था രാജസ്ഥാനി ഫോക്ക് ട്രഡീഷണൽ ഫോക്ക് സോങ് ഇവിടെ വന്നിട്ടപ്പോൾ അതും കേൾക്കാൻ പറ്റി ചെറുതായിട്ട് കുറച്ച് അവരുടെ കൂടെ എനിക്കൊന്ന് പാടാൻ പറ്റി ഇത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റ്മാരുടെ കൂടെ ഇരുന്ന് പാടാൻ എന്ത് രസമാണെന്നറിയോ അവരിങ്ങനെ ഓരോന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെ പാടാൻ തോന്നും ഓക്കെ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു ഹാൻഡ് പ്രിന്റഡ് ഹേ ഇനി ചായ കുടിക്കാൻ പോവാ പാവ് ഭാജി പറഞ്ഞോ പക്കോടെ വേണ്ട ചാട്ട് മതി പക്കോടെ ഭയങ്കര ഹെവി ആവും പറഞ്ഞു നോക്കിയാലോ ഏതാണ് കുറേ ഭേൽ കണ്ടിട്ട് നല്ല രസമുണ്ട്. കണ്ടിട്ട് നല്ല രസമുണ്ട് അല്ലേ പുലാവാണെന്ന് ഇത്രയും നടന്നു കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് വാ രമേശ് ചേട്ടാ കഴിച്ചു നോക്കൂ. കുഴപ്പമില്ല കുറച്ച് ഉപ്പ് കുറവാണ് നമ്മുടെ സ്റ്റാൻഡേർഡിന് ഉപ്പില്ല ഉപ്പ് ചോദിച്ചാലോ ഭയ്യ थोड़ा नमक देंगे नमक 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 പിന്നെ ഇതിൻ്റെ കൂടെ എന്താവോ കടി 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 ഹനായേ കടി കടി എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ മോര് കാച്ചിയിട്ട് അതിനുള്ളിൽ ഈ ഇത് കടലമാവ് കുഴച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തിട്ട് ആ സാധനം ഈ മോര് കാച്ചിയതിലിടും. തക്കാകടി എന്ന് നമ്മുടെ ഭാഷയിൽ പറയില്ല അതാണോ അത്? ആ തക്കാകടിയുടെ ഉള്ളിൽ ഈ സാധനം അങ്ങനെ കണ്ട് 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 ഇരുട്ടി രാത്രിയായി. ഹാർമോണിയത്തിൻ്റെ ഒക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. റാഡിസൺ ഹോട്ടൽ അതും ലേക്കിൻ്റെ നടുക്കാണ്. ഇവിടെ ബാക്കിൽ ദൂരെ ആ ഹില്ലിൻ്റെ മേളിൽ കാണുന്നത് നിമജ് മാതാ ടെമ്പിളാണ്.